ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2246. ഇന്ന് ഫെബ്രുവരി മാസം 23-ാം തീയതി, 54-ാമത്തെ ദിവസത്തിലെത്തി. വലിയ നോമ്പ് ഇന്ന് 8-ാം ദിനമാണ്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ ദൈവത്തിന് എന്തുമാത്രം ശ്രദ്ധയും താല്പര്യമുണ്ട്. അത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കാരണം വളരെ ലളിതമാണ്. ഈ ദൈവത്തിൽ, ക്രിസ്തുയേശുവിൽ നമുക്ക് വലിയ ശ്രദ്ധയോ താല്പര്യമോ പരിഗണനയോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് നമ്മളിലേക്ക് ചൊരിയുന്ന കാരുണ്യത്തിന്റെ കരങ്ങളെ, ഇടപെടലുകളെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്, അറിയാതെയും അവഗണിച്ചു കളയുന്നത്. ദൈവം മനുഷ്യന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ പഴയ നിയമത്തിലെ ദാവീദായിരിക്കണം. അതെ, ദാവീദ് തന്നെയാണ്. ആരും അറിയാതെ അയാൾ ചെയ്തൊരു അപരാധമുണ്ട്. ആ ഒരു തെറ്റിനെക്കുറിച്ചോ ഇടർച്ചയെക്കുറിച്ചോ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യം പോലുമില്ല, എല്ലാവർക്കും അറിയാം. അയാൾ ചെയ്ത ആ അപരാധം നാഥാൻ പ്രവാചകനിലൂടെ ദൈവം പതിയെ വെളിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ദാവീദ് അത് തിരിച്ചറിഞ്ഞത്. എന്ത്? ദൈവം എന്റെ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധാലുവാണ്. ആ ദാവീദ് പിന്നീട് ജീവിതത്തിൽ ഉടനീളം താൻ അനുഭവിച്ച ദൈവത്തിന്റെ കരുതലും സംരക്ഷണവുമൊക്കെ ഓർത്തുകൊണ്ടാണ് തീർച്ചയായും 139-ാമത്തെ സങ്കീർത്തനം എഴുതിയത്. ഇങ്ങനെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവമേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ച് അറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അങ്ങനെ പോകുന്നു ആ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അതുകൊണ്ട് തന്നെയാണ് അവയിൽ ദൈവത്തോടുള്ള നമ്മളുടെ വിശ്വാസവും സ്നേഹവും കുറച്ചൊക്കെ പരിഭവവും വഴക്കുമൊക്കെ ഇടകലർന്ന് വരുന്നതും കിടക്കുന്നതുമൊക്കെ. കുറെ കൂടി ആ ദൈവബോധത്തിലേക്ക്, ദൈവത്തിന്റെ സാമീപ്യ ബോധത്തിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരാം ഈ നോമ്പിന്റെ നല്ല നാളുകളിൽ. ആമേൻ.